സർഗകൈരളി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഉപകോസലന്റെ ജ്ഞാനസമ്പാദനം എന്ന ഉപനിഷത്ത് കഥയുടെ രണ്ടാം ഭാഗം കേൾക്കാം. സമർപ്പണം PMN നമ്പൂതിരി. അവതരണം ഗായത്രി ജഗദീശൻ. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഋതുക്കൾ ഒന്നൊന്നായി വന്നും പോയും കൊണ്ടിരുന്നു. ആശ്രമഭൂവിൽ നട്ടുനനച്ച വൃക്ഷങ്ങൾ വളർന്നു വലുതായി. അവ പലതവണ പൂക്കുകയും ഫലം കായ്ക്കുകയും ചെയ്തു. ഉപകോസലൻ ആശ്രമത്തിലെത്തിയിട്ട് 12 വർഷങ്ങൾ കഴിഞ്ഞു. ഇനിയും ഗുരുവിന്റെ ഭാഗത്തു നിന്ന് യാതൊരു അനക്കവുമില്ല. ഓരോ പ്രഭാതത്തിലും അവൻ ഉണരുന്നത് ഏറെ പ്രതീക്ഷകളുമായിട്ടാണ്. പകൽ അസ്തമിക്കുമ്പോൾ അവൻ നിരാശനാകും. ഗുരു തന്നെ പഠിപ്പിക്കാത്തതിനെക്കുറിച്ചോർത്ത് മനസ്സ് വിഷമിക്കും. ചിലപ്പോൾ അസ്തമയ സൂര്യനെ നോക്കി കണ്ണീരൊഴുക്കി വിതുമ്പും. എപ്പോഴും നിരാശ തന്നെ. ക്രമേണ അവന് ജീവിതം വ്യർത്ഥമാണെന്ന് തോന്നിത്തുടങ്ങി. അവൻ സ്വയം പറഞ്ഞു, ഇനി സഹിക്കവയ്യ, ഇനിയും കാത്തു നിൽക്കുവാനുള്ള ശേഷിയുമില്ല. ഏറെ ദുഃഖം തോന്നിയ ഒരു ദിവസം ഉപകോസലൻ ഗുരുപത്നിയുടെ അടുത്തെത്തി തന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന എല്ലാ സങ്കടങ്ങളും കണ്ണീരോടെ തുറന്നു പറഞ്ഞു. അതു കേട്ട ആ അമ്മ പുത്രന് തുല്യമായി സ്നേഹിച്ച അവനെ ഓർത്ത് വിഷമിച്ചു. ആ അമ്മ തന്റെ ഭർത്താവായ സത്യകാമ മഹർഷിയെ കണ്ട് ഉപകോസലന്റെ ദുഃഖങ്ങൾ അറിയിച്ച് അതിന് ഒരു പരിഹാരം കാണാൻ തീരുമാനിച്ചു. അന്നു രാത്രി അഗ്നിഗോത്രവും വേദ അധ്യയനവുമൊക്കെ കഴിഞ്ഞ് മറ്റു പുതിയ ബ്രഹ്മചാരിമാർ നിദ്രയെ പ്രാപിച്ച നേരം സത്യകാമ ഋഷി വിശാലമായ ആശ്രമമുറ്റത്ത് ശാന്തഗംഭീരമായ ഭാവത്തിൽ സ്വസ്ഥനും സന്തുഷ്ടനുമായി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പത്നി സാവധാനം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുന്നത് ഉപകോസലൻ കണ്ടു. അവർ തമ്മിൽ ശാന്തമായി സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഉപകോസലന്റെ നെഞ്ചെടുപ്പ് വർദ്ധിച്ചു. അവർ തമ്മിൽ ആശ്രമകാര്യങ്ങൾ പലതും പറയുന്നതിനിടയിൽ ഉപകോസലന്റെ കാര്യവും സംസാരിച്ചു. ഗുരുപത്നി പറഞ്ഞു, പാവം ഉപകോസലൻ, അവൻ അങ്ങേക്ക് വേണ്ട ശുശ്രൂഷകളെല്ലാം നിഷ്ഠയോടെ ചെയ്യുന്നുണ്ടല്ലോ. ശരിയായി അഗ്നി ഉപാസനയും അനുഷ്ഠിക്കുന്നു. സദാചാരത്തിൽ അവനാണ് ഏറ്റവും മാതൃകയായിട്ടുള്ളത്. പഠിക്കുന്ന കാര്യത്തിലും അവൻ മിടുക്കൻ തന്നെയാണ്. അവൻ ഇവിടെ വന്നിട്ട് കാലങ്ങൾ ഏറെയായി. എന്നിട്ടും അങ്ങ് അവനെ എന്തുകൊണ്ടാണ് സമാവർത്തനം ചെയ്യാതിരിക്കുന്നത്? അവൻ പാവമാണ്, സൽസ്വഭാവിയും അനുസരണയുള്ളവനുമാണ്. പ്രഭോ, അവൻ ദുഃഖിതനാണ്. എന്നിട്ടും എല്ലാ കാര്യങ്ങളും മുറ പോലെ ചെയ്യുന്നുണ്ട്. ഇത്രയെല്ലാം കേട്ടിട്ടും സത്യകാമൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ഒരു ഭാവവ്യത്യാസവും ആ മുഖത്തുണ്ടായില്ല. മാത്രമല്ല, പിറ്റേ ദിവസം അതിരാവിലെ തന്നെ തീർത്ഥയാത്രയ്ക്കായി പുറപ്പെടുകയും ചെയ്തു. പിറ്റേന്ന് പതിവ് പോലെ ഉപകോസലൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധനായി ഹോമകുണ്ഡത്തിൽ അഗ്നി ജ്വലിപ്പിക്കുകയും ജപധ്യാനാദികൾ നടത്തുകയും ചെയ്തു. താൻ അഗ്നിയെ നിത്യവും ശാസ്ത്രവിധി പ്രകാരം 3 ഭാവത്തിലും ഉപാസിച്ചു പോരുന്നു. എന്നിട്ടും ഒരു ഫലവും കിട്ടുന്നില്ല, ഒന്നും കാണുന്നുമില്ല, അവൻ സ്വയം പറഞ്ഞു. വ്യാകുലതയോടെ അഗ്നിയെ നോക്കി അവൻ നെടുവീർപ്പിട്ടുകൊണ്ട് അവിടെയിരുന്നു. അവന്റെ ദൈന്യത കണ്ട് അഗ്നിഭഗവാന് അവനിൽ കാരുണ്യം തോന്നി. ഈ കഥയുടെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.